എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പാചകം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഒരു വീഡിയോ എടുത്തതാണ്. കാരണം പാചകം കണ്ട് ബോറടിച്ചാലോ എന്നൊരു പേടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വെറുതെ ചുമ്മാ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിളിമീൻ, അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നും ഇന്നലെയും ഒക്കെ അമ്മയെ വിളിച്ചാൽ അമ്മയും അനിയത്തിയും പറയും കിളിമീൻ കിട്ടി, കിളിമീൻ മാങ്ങയിട്ട് കറി വെച്ചു. അപ്പം എനിക്ക് കിളിമീനോട് ഭയങ്കര ആർത്തി. അങ്ങനെ ഞാൻ ഇന്നലെ കിളിമീൻ ഓർഡർ ചെയ്തു. രാവിലെ വന്നു. ഫ്രഷ് ടോമിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. രാവിലെ വന്നു, വേഗം ഓടിപ്പോയി നോക്കി നല്ലതാണോ എന്ന്. അപ്പോൾ നല്ല പച്ചമീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിനിടയ്ക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാ പണിയും ഒരുക്കി കുളിച്ചാലോ, മീനിൻ്റെ പണിയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ ഞാൻ ഈ മീനൊക്കെ കഴുകുകയാണ്. ഞാൻ പിന്നെ കിച്ചൺ വ്ളോഗാണ് ചെയ്യുന്നത്. കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ചെറുതിൽ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ഡോക്ടറെ അടുത്തോ ഇങ്ങനെ എന്തോ പോയതാണ്. തിരിച്ചു വരുന്നത് അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കറി ഉണ്ടാക്കി. അതാണ് എനിക്ക് ചിരി വരുന്ന ഒരു കറി എന്ന് പറഞ്ഞാൽ ഞാനൊരു പച്ചക്കായ കറിയാണ് ഉണ്ടാക്കിയത്. കാളൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നേന്ത്രക്കായ. പാളൻ ഉണ്ടാക്കി ഞാൻ വളരെ എൻ്റെ കോൺഫിഡൻസ് അങ്ങ് ഭയങ്കര ഉച്ചത്തിൽ എത്തി. ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി അമ്മയോട് പറഞ്ഞു ഞാൻ കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഓ അതെയാ, കറി എനിക്കറിയാവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അമ്മ അകത്ത് വന്ന് കറി തുറന്ന് നോക്കുമ്പോൾ ഞാൻ പച്ചക്കായ വേവിക്കാതെയാണ് കറി വെച്ചിട്ടുള്ളത്. തേങ്ങയൊക്കെ അരച്ചിട്ട് തൈരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒട്ടും വേവിക്കാതെ പച്ച കായാണ് ഞാൻ കറി വെച്ചത്. അതെനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരികയാണ്. കാരണം ഞാൻ അന്നേ എനിക്ക് അടുക്കള പണി അമ്മയെ ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അമ്മ അങ്ങനെ നമ്മളെ പണിയെടുപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ വരുന്ന ആ സമയമാകുമ്പോൾ അമ്മ ചെടിക്കൊക്കെ വെള്ളം നനച്ച് അടിയും. അമ്മ ഭയങ്കര ക്ലീനിങ്ങിൻ്റെ ആളാണ്. അതുകൊണ്ട് അടിച്ച് തുടച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് അമ്മ ചെടിക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നേ. അച്ഛനുണ്ടായ സമയത്ത് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ടായി. അപ്പം അതൊക്കെ വെള്ളം നനക്കുന്ന ഒരു രംഗം ഉണ്ടാവുക. കാരണം എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മ അങ്ങനെ നമ്മളെ പണിയെടുപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി ആദ്യം ഞാൻ ജമ്മുവിലാണേ പോയത്. അവിടെ പോയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഈ ഗോതമ്പ് ഒന്ന് ആട്ട കുഴക്കണ്ടേ അതുപോലും അറിയില്ല. അങ്ങനെ അതൊക്കെ വേറൊരു മലയാളി ഉണ്ടായി, അവരാണേ പറഞ്ഞു തന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അത്യാവശ്യം നല്ലതാണെന്നാണ് കുട്ടികളൊക്കെ പറയാറ്. കുട്ടികളല്ല എല്ലാവരും പറയും. അനിയത്തിയുടെ മോനും ഒക്കെ പറയും കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റാണെന്ന് പറയും. അപ്പോൾ അത് ഓർത്ത് ചിരിച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കിളിമീൻ കറി ഉണ്ടാക്കണം. പിന്നെ ഒരു പാവക്ക നമ്മൾ ഓലൻ എന്ന് പറയാം. ഞാൻ ഓലൻ അറിയാവോന്നറിയില്ല. പക്ഷേ നമുക്ക് നേന്ത്രക്കായും ഈ പാവക്കയും വെച്ചിട്ടാണ് സാധാരണ ഈ ഓലൻ ഉണ്ടാക്കുന്നത്. ഈ നേന്ത്രക്കായൊക്കെ ഇവിടെ ബാംഗ്ലൂർ കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ നേന്ത്രക്കായ എടുത്തില്ല. അപ്പം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളകൊക്കെ പെരക്കി വെച്ചു. എന്നാലും ഞാൻ റെസിപ്പി പറഞ്ഞിരുന്നല്ലോ. പിന്നെ തക്കാളിയും പച്ചമുളകും ഒരു പീസ് മാങ്ങയുണ്ടായി കേട്ടോ, അതും ഇട്ട് കുറച്ച് പുളി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് തേങ്ങയിൽ കുറച്ച് മുളകും മഞ്ഞളും നമ്മുടെ ഇഞ്ചിയും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ മീൻ വറുക്കാനുള്ള മീനും മുളക് പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ പാവക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പാവക്ക കുറച്ച് മഞ്ഞളും മുളകും ഇട്ടിട്ട് ഒറ്റൊരു വിസിലടിക്കും. എന്നിട്ട് നല്ലോണം ചീനച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് 2 ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കും കേട്ടോ. അതിൽ തന്നെ അങ്ങോട്ടേക്ക് ഈ കുക്കറിലുള്ള ഈ പാവക്ക അങ്ങോട്ടേക്ക് കുട്ടി ഇടുക ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മൂത്ത മോന് വലിയ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ആൾ ഇത് കഴിക്കത്തില്ല. അതുകൊണ്ട് അവനൊരു പാവക്ക പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ. നല്ലൊരു പച്ചടിയാണ്. ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. കാരണം ഇന്ന് ബോറടിക്കണ്ട, നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എപ്പോഴും ഈ കിച്ചൺ തന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒക്കെ റെഡിയായി. ഇനി അടുപ്പത്ത് കറിയൊക്കെ തേങ്ങ അരച്ച് കറിയൊക്കെ അടുപ്പത്ത് വെക്കണം. പിന്നെ മീനൊന്ന് വറക്കണം, പാവക്ക ഉണ്ടാക്കണം. ഇതൊക്കെ പണിയില്ല. പിന്നെ അടിയും തുടയൊക്കെ രാവിലെ കഴിഞ്ഞു. അതൊക്കെ രാവിലെ ഞാൻ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ രാവിലെ അടിയും തുടയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇനി കുളിക്കുക വേണ്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം മീൻ ഞാനൊക്കെ റെഡിയാക്കി കറി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീൻ വറുക്കണ്ടേ. അപ്പം മീനും ഞാൻ വിചാരിച്ച് വറുത്ത് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ അടുക്കളയിലേക്ക് വരണ്ടല്ലോ. കുറച്ച് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. അതിൻ്റെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അടുത്ത് തന്നെയാണ് കട, എന്നാലും പോയി സാധനങ്ങളൊക്കെ വാങ്ങണം.
നമ്മൾ ഈ തലയും വറുത്തെടുക്കും കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? നല്ല ടേസ്റ്റാട്ടോ. നല്ല മീനാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല മുള്ളൊക്കെ ഉണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചു, ചോറിന് വെള്ളം വെച്ചു, ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ചെയ്യണ്ടേ, നമ്മൾ തന്നെ ചെയ്യണ്ടേ, ആരും ചെയ്യാനില്ലല്ലോ. അപ്പം മീനൊക്കെ വറുത്തു, മീനൊരു ഭാഗമൊക്കെ ആയി, ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. ഞാനും സിമ്മിലിട്ടിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ആയി, റെഡിയായി കേട്ടോ. ആ പാവക്കയുമായി ചോറുമായി. അപ്പം ഞാൻ ഇനി എന്താ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകലാണ്. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുളിച്ച് വന്നു കടയിൽ പോകേണ്ടതുകൊണ്ട് കുറച്ച് സുന്ദരിയായിരിക്കുകയാണേ. കാരണം നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടത്. നമ്മളെ സൗന്ദര്യവും നമ്മളെ സന്തോഷമൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അല്ലാണ്ട് ആരും വന്ന് നമുക്ക് സന്തോഷിപ്പിക്കാനൊന്നും ആരും ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് പ്രഹസനങ്ങളാണ്, ഡ്രാമയാണ്, ചുമ്മാ എടുക്കുന്നതാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് പൂക്കളുണ്ട്, തക്കാളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാൻ പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് എന്ന് പറയുന്നതിന് മുമ്പിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ അടുത്ത് നമുക്ക് വീഡിയോ കാണാൻ പറ്റും. ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.